രാവിലെ ആകുമ്പോഴേക്ക് ഇപ്പോൾ ഇതാണ് അവസ്ഥ. ഒരാഴ്ച ഒന്നരാഴ്ച കൊണ്ടൊക്കെ മാറിയിരിക്കുന്നൊക്കെ പറഞ്ഞത്. ഹായ് ഹായ്, വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ്. ഹായ്. എന്താണ് ഇവ എന്താണ് നമ്മളെ എന്താ പറയാ ഓഡിയൻസിനോട് സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ പറയാനുള്ളത്? ഇതന്നെ ദിവസവും ക്യാമറ ഓൺ ആക്കിയിട്ട് ആശിക്കാക്ക് തന്നെ മാത്രമേ പറയാനുള്ളൂ. ആശിക ഓല് ഡെയിലി നമ്മളെ എന്താ പറയാ ന്യൂ ന്യൂ വിശേഷങ്ങൾ നമ്മളോട് എന്താ പറയാ പറഞ്ഞേ, നിങ്ങൾ കണ്ടന്റ് ഒന്നും ഇടണ്ട, നിങ്ങൾ ലോങ് വീഡിയോ ഇട്ടാ മതി. കണ്ടന്റ് ഒന്നും വേണ്ടല്ലേ, ലോങ് വീഡിയോ മാത്രം നമ്മളങ്ങനെ കണ്ടാ മതി എല്ലാവർക്കും. അപ്പൊ എന്താ ഇങ്ങനത്തെ കാര്യങ്ങളോ നിങ്ങൾ കമന്റിൽ പറയട്ടോ. ഇതാപ്പ അവസ്ഥ, വെറുതെ ഫോണും നോക്കിട്ട് വരും. ഇന്ന് ഹിബ എന്താ പറയാ, ഇന്ന് ഉമ്മന്റെ സ്പെഷ്യൽ ആയതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് എന്തൊക്കെയാന്നൊക്കെ ഉള്ളത് നോമ്പ് തുറക്കുമ്പോ ഒന്ന് കാണിച്ചെടുക്കല്ലേ. ഇവന്റെ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എടുക്കുന്നുണ്ട്. 2 ദിവസം മുമ്പ് ഉണ്ടാക്കിയിരുന്നു, പക്ഷെ എനിക്ക് ആ സമയത്ത് എടുക്കാൻ പറ്റാ. എന്തോന്ന് ഉണ്ടാക്കിയില്ലേ നീ? തരിപ്പൊളി പോളെ കട്ട്ലേറ്റ് ഒക്കെ. അതും ഇങ്ങല്ല ഗൈസ്, സോറി ഗൈസ്, ഞാൻ വിചാരിച്ചു ഇവിടെ ഉണ്ടാക്കിയെന്ന്. ഇല്ല, ഞാൻ ഇങ്ങനെ ഇതാക്കാൻ മാത്രം ഹെൽപ്പ് ചെയ്തു. സോറി ഗൈസ്, ഞാൻ തെറ്റാ. ഒരു നിമിഷം ഒരു അതിലെ പാസ് ചെയ്തപ്പോ ഇങ്ങനെ ആക്കുന്നുണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെ ഉണ്ടാക്കുന്നത്. എനിക്ക് പനിയല്ലേ. അപ്പോൾ ഇവൻ്റെ വീട്ടിൽ നിന്ന് ഞാനിപ്പോൾ കുറച്ച് നേരം ഒന്നോടെ ഇരുന്നിട്ട്, ഇവിടെ വീടിൻ്റെ തൊട്ടടുത്ത് വരുന്ന അടിപൊളി സ്ഥലം കേട്ടോ. ഞാനിവിടെ എപ്പോൾ വന്നാലും കുറച്ച് നേരം ഇവിടേക്ക് വരും. നല്ല അടിപൊളി ഒരു എന്താ പറയുക, ഒരു വൈബ് അവിടെ ഇരിക്കാൻ. അപ്പോൾ ഞാനിങ്ങനെ അവളെ വീട്ടിൽ നിന്ന് കുറച്ചൊന്ന് ഇറങ്ങിയപ്പോൾ ഇവിടേക്ക് ഒന്ന് വെറുതെ ഒന്ന് വന്നതാണ്. എപ്പോൾ വന്നാലും കൊണ്ട് വരും. ഞാൻ ഈ സ്ഥലം കാണിച്ചു തരാം. സംഭവം നൈസല്ലേ. ഇവിടെ ഈ സമയത്തല്ല, സാധാരണ രാവിലെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ മുരുകറിച്ചൊക്കെ പിടിക്കുന്നുണ്ടാവും. അതേമാതിരി തന്നെ കല്ലുമ്മക്കായ, പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ മീൻ പിടിക്കാനൊക്കെ വരും. അപ്പം ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കാണലാണ് മീൻ പിടിക്കുന്നതൊക്കെ. നല്ല വൈബ് സ്ഥലം കേട്ടോ. കറക്റ്റ് കാണുന്നുണ്ടാവില്ല, കാരണം ബാക്കിൽ നിന്ന് ലൈറ്റ് അടിക്കുന്ന കേട്ടോ. കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. ഇവിടെ എടുക്കുന്ന സമയത്ത് ഇവൻ്റെ കാക്കൊക്കെ ഒരു ഇതുണ്ടായിരുന്നു, എന്താ പറയുക, കാക്കൻ്റെ ഫ്രണ്ട്സൊക്കെ ഓടിയിട്ട് ഒരു തോണി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ മീൻ പിടിക്കാനൊക്കെ പോകും ഇവിടെ. നല്ല അയാളുള്ളതാണ്. അപ്പോൾ നല്ല എനിക്കാണെങ്കിൽ തോണി കയറാൻ പേടിയാണ്. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ ഓർമ്മ വന്നതാണ്. എന്താ ചെയ്യുക, ജന്മനാലുള്ള സൗന്ദര്യ. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഇന്നൊരു വ്ളോഗൊക്കെ എടുക്കാം, കാരണം നമ്മൾ വെറുതെ ഇരിക്കുകയല്ലേ. വെറുതെ ഇരിക്കാൻ വേണ്ടി ഞാനിപ്പം പോകും. അപ്പൊ നമുക്ക് കുറച്ച് കളക്ഷൻസ് ഒക്കെ ഇറക്കാനുണ്ട്, കുറച്ച് പർച്ചേസിന്റെ വന്നിട്ടുണ്ട്, അത് പോയി കളക്ട് ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഈ വ്ളോഗ് എടുക്കുമ്പോൾ കാര്യം വരെ പറയാൻ പറഞ്ഞേ, ഞാൻ ഈ പോസ്റ്റിൽ എപ്പോഴും എന്താ പറയാ ഇടയ്ക്കൊക്കെ നമ്മൾ ഫോട്ടോസ് ഇടുന്നത് നമ്മളെ തന്നെ കളക്ഷൻ ആട്ടോ. അപ്പൊ അതിൽ ഞാൻ ഇത് എന്താ പറയാ പാർട്ടി വെയർ കളക്ഷൻസും അങ്ങനത്തെ എല്ലാം ഇടുന്നുണ്ട് ഇതിന് വരുന്നത്. അതേമാതിരി തന്നെ അതിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വിളിച്ചാലും അതേമാതിരി തന്നെ വാട്സപ്പ് കോൾ ഇതൊന്നും കിട്ടൂല, ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക, മെസ്സേജ് ചെയ്യാം. അപ്പൊ നമ്മൾ അതിൽ മെസ്സേജ് അയക്കുന്നവർക്കൊക്കെ നമ്മൾ റിപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുക്കും. 2 to 3 days കിട്ടാറുണ്ട്. ഇപ്പൊ പെരുന്നാളൊക്കെ അടുത്ത് വരുന്ന സമയത്ത് കുറച്ച് ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്. എന്നാലും 2 to 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ മാക്സിമം യൂഷ്വലി നമുക്ക് ഇപ്പൊ കിട്ടാറുണ്ട്. പിന്നെ പെരുന്നാളൊക്കെ അടുക്കുമ്പോ അങ്ങനെയാണ്, കുറച്ച് ഡിലേ ആവും കിട്ടാന്. അപ്പൊ എന്താക്കണം, പെരുന്നാൾ അടുപ്പിച്ച് ആരും വാങ്ങിക്കാൻ നിൽക്കരുത്, വാങ്ങിച്ചു വെക്കണം. അപ്പൊ അങ്ങനൊക്കെയാണ് എന്താ പറയാ, വെറുതെ ഇങ്ങനെ ഇവിടെ നല്ല കാറ്റ്. അപ്പൊ ഇപ്പൊ ഇരിക്കുന്ന ഇപ്പോൾ വെറുതെ ഒരു കമ്പനി ഇവിടെ ഇരുന്നാണ്. അപ്പൊ ഞാനിപ്പോ ഇവിടുന്ന് പോവാനുള്ള പരിപാടിയാണ്. സംഭവം ബാക്കിയുള്ള പരിപാടി കഴിക്കണം. ലീബ എന്താണ് നമ്മളെ എന്തൊക്കെയാണ് പറയാനുള്ളത്? സൗണ്ട് പോയി, കഫം കെട്ടിട്ടാ സൗണ്ട് പോയി. എന്ത് പറയാന്, നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് നമ്മളെ റമദാനൊക്കെ ആയിട്ട് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ലെങ്കിൽ കാലിക്കറ്റുള്ള ആൾക്കാരൊക്കെ ബീച്ചിൽ പോയിട്ടോ. എന്റെ പൊന്നോ, ഞാൻ ഇന്നലെ മുന്നായിട്ട് ബീച്ചിൽ പോയപ്പോ എന്തൊരു തിരക്കാണ്. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം പോയ സമയത്ത് എന്തൊരു തിരക്കാ, എന്തൊക്കെയാണ് ഉപ്പിലിട്ടത്, അങ്ങനത്തെ ഐറ്റംസ് ഇറങ്ങിയിട്ടുണ്ടല്ലോ. എല്ലാ നമ്മുടെ വീട് കാണുന്ന കാലിക്കറ്റ് എല്ലാ ആൾക്കാരും, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ എന്താ അവസ്ഥ ഒക്കെ പറയണേ, വിശേഷങ്ങളൊക്കെ നിങ്ങൾ പറയും. അപ്പൊ അത്രേ ഉള്ളൂ അല്ലേ. ഞാൻ പോയിരുന്നാല് ബാക്കി നമുക്ക് കാണാം. ഹായ്, ഇപ്പൊ വീട്ടിലെത്തി ഞാൻ. പക്ഷെ എനിക്കിന്ന് ചെറിയൊരു പണി കിട്ടി. ഇപ്പൊ ഇവന്റെ വീട്ടിൽ നിന്ന് വണ്ടിമേൽ വന്നായിരുന്നു. അപ്പോൾ എന്തോ മരത്തിൻ്റെ കഷ്ണത്താന്ന് തോന്നുന്നു. വണ്ടീൻ്റെ ഞാൻ വന്നുകൊണ്ട് ഇപ്പോൾ തെറിച്ച് കണ്ണീരായിപ്പോയി വീണ്. കണ്ണ് നല്ല മുറിഞ്ഞൊക്കെ തോന്നും. പക്ഷെ നല്ല നമ്മളെ പ്രാണിയൊക്കെ കുടുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് മാറല്ലോ. പക്ഷെ ഇത് തീരെ മാറുന്നില്ല. ഇത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര തടിച്ചിലും അതേമാതിരി തന്നെ ഭയങ്കര എരിച്ചിലിപ്പോൾ കുറേ നേരം ഞാൻ വെള്ളമിട്ട് എല്ലാം കഴുകി നോക്കി. 1 മണിക്കൂർ 2 മണിക്കൂർ അതിൽ കൂടുതലായി. പക്ഷെ ഒരു മാറ്റവും ഇല്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നാണ്, ഇനിയിപ്പോൾ കാണിക്കേണ്ടി വരും. ഓർക്കാപ്പുറത്ത് കിട്ടിയ പണിയാണ് കണ്ടോ. ഓർക്കാപ്പുറത്ത് നൈസ് പണി കിട്ടി. ഇങ്ങനെ നോമ്പ് തുറന്നായിട്ട് കണ്ണും കൊണ്ട് കാണിക്കാൻ പോകാൻ വിചാരിച്ചാണ്. പക്ഷെ എന്താ ചെയ്യുക, ഒരു സ്ഥലത്തും ഓപ്പൺ അല്ല കണ്ണിൻ്റെത്. എല്ലാ സ്ഥലത്തും 6 ആകുമ്പോൾ ക്ലോസ് ആവുന്നത്. ഞാൻ നമ്മളെ കാലിക്കറ്റിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും പോയി നോക്കി.
അങ്ങനെ എല്ലാ സ്ഥലത്തും 6 മണിക്ക് മുമ്പേ 6:30 മുമ്പേ എന്താ പോലെ ക്ലോസ് ആക്കുമല്ലേ. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ നാളെ വരെ കാത്തിക്കണം. നല്ല പെയിൻ ഉണ്ട്, ഇപ്പം ചെറുതായിട്ടൊരു വീക്കം വരുന്നുണ്ടെന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ നാളെ വരെ കാത്തിക്കണം. ഇനിയിപ്പോൾ ഞാൻ നോമ്പൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചിരിക്കും. ഇനിയിപ്പോൾ എന്താ നാളെ രാവിലെ പോയി കാണിക്കണം, എന്നിട്ട് പോയി നോക്കണം എന്താ പ്രശ്നം എന്നുള്ള. ചെറിയതാണെങ്കിൽ ഇനിയിപ്പം വീക്കം വന്നേക്കൊണ്ട് എന്താണെന്നുള്ള പോയി ചെക്ക് ചെയ്ത് നോക്കണം. രാവിലെ ആകുമ്പോഴേക്ക് ഇപ്പോൾ ഇതാണ് അവസ്ഥ, കണ്ണ് തുറക്കാൻ പറ്റത്തില്ല. ചീ വന്നിട്ട് ഇങ്ങനെ അടഞ്ഞു പോയി. അത്താഴത്തിന് എണീച്ചപ്പോൾ ഇതേമാതിരി തന്നെ ഞാൻ പോയി വാഷ് ചെയ്ത് ഫുള്ള് ക്ലിയർ ആയത്. ഇപ്പോൾ ഇതാ രാവിലെ ആയപ്പോൾ പിന്നെ അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നമ്മളെ കാലിക്കറ്റിനുള്ള ഒരു ഡോക്ടറാണ്, മൂപ്പരെ ബുക്ക് ചെയ്ത് എനിക്ക് പോയി കാണിക്കണം. അപ്പോൾ ഇതാണ് അവസ്ഥ. എന്താണെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. എന്തോ ഞാൻ കുറേ മരമൊക്കെ ഉണ്ട് ഒരു സ്ഥലത്ത് പോകുന്ന, പെട്ടെന്ന് എന്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. മരത്തിൻ്റെ എന്തെങ്കിലും കഷ്ണം വീണാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും പോയി ഡോക്ടറെ കാണിക്കട്ടെ. ഞാൻ ഇവൻ്റെ വീട്ടിലേക്കൊക്കെ പോകാൻ നിന്നേ രാത്രി, പക്ഷേ എന്ത് ചെയ്യാനാ, പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം അവിടെ അടുത്ത് പോകാൻ. അപ്പോൾ അത്രേ ഉള്ളൂ. ഹായ്. അപ്പോൾ എന്താ പറയുക, ഓൾറെഡി ഞാൻ എന്താ പറയുക ഇത് വന്ന മുതൽ എല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, എൻ്റെ ഒരു ഫൈനലും കൂടി ഈ വീഡിയോയിലൂടെ അങ്ങ് പറഞ്ഞു തരാം. ഇനി ആരും ചോദിക്കണ്ടേ, ഇനി വീഡിയോ കണ്ടിട്ട് എന്തായാലും ചോദിക്കണ്ട. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ കാണിച്ചു വന്ന പോലെ പറഞ്ഞ് എന്താ ചെറിയൊരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ തുള്ളി മരുന്ന് അതേമാതിരി തന്നെ മെഡിസിനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് മാറും, ഒരാഴ്ച 1.5 മണിക്ക് മാറിയിരിക്കും എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും കാണിച്ച് കണ്ണൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ ചെറിയൊരു ആശ്വാസം ഉണ്ട്. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അടഞ്ഞു വയ്ക്കും, ഒരു നീര് വെച്ച് വയ്ക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇവൻ്റെ അടുത്തിന് പോകണമെങ്കിൽ, അതാ ഇപ്പം ഈ വ്ളോഗിലില്ലാത്ത ഞാൻ മാത്രമേ ഈ വ്ളോഗിലുണ്ടാവാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഇല്ലല്ലോ ഇവിടെ. ഇവൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴാണല്ലോ ഈ ഒരു പ്രശ്നം പറ്റിയത്. ഓളാണെങ്കിൽ എന്നെ വെയിറ്റ് ചെയ്യാൻ എന്താ വരാത്ത വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്, ഓളാണിങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്താ എല്ലാ നോമ്പും കാര്യങ്ങളൊക്കെ റാഹത്തിൽ നടക്കുന്നുണ്ടോ? എന്തായാലേ ഇത്ര പെട്ടെന്നല്ലേ നോമ്പൊക്കെ കഴിയാനായത്. എനിക്ക് വന്ന് 8 ആയില്ല, എത്ര ദിവസം കൊണ്ട് നോമ്പ് ഒന്നാവുന്നതും കണ്ടക്ക്, നോമ്പ് കഴിയാനാവുന്നതും കണ്ടക്ക്. ഇനിയിപ്പോൾ അടുത്ത് പെരുന്നാളോ, അങ്ങനെയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ചിലപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എടുക്കലൊക്കെയാണ് പ്രയാസം. എന്താ പറയുക, അവിടെ പോയി ഷൂട്ട് ചെയ്യുന്നതൊക്കെ കുറച്ച് റിസ്ക് ആയിരിക്കും. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾക്കുമായി അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.